പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ശക്തിമാൻ ഈ കഥ കേൾക്കൂ. ആനക്കുട്ട, ഞങ്ങളോടൊപ്പം കളിക്കാൻ വരുന്നുണ്ടോ? മുയൽക്കുട്ടികളായ എവിയയും ആദയും ആനക്കുട്ടിയായ കിച്ചനോട് ചോദിച്ചു. കിച്ചൻ ചേട്ടാ, ആനക്കുട്ട, കൂട്ടൊന്നു കൂടാൻ വായോ, ഓടിക്കളിക്കാം, ചാടിക്കളിക്കാം, ചേട്ടൻ്റെ മേലെ കയറിക്കളിക്കാം. അയ്യയ്യേ, ഞാനില്ല ഈ പീക്കിരി മുയൽക്കുട്ടികളോടൊപ്പം കളിക്കാൻ. എങ്കിൽ ഞങ്ങൾ കൂടെ കൂടിയാലോ? മാൻകുട്ടികളായ ലച്ചുവും ദച്ചുവും ചോദിച്ചു. നിങ്ങളും വേണ്ട, എനിക്ക് താല്പര്യമില്ല. കാട്ടിലെ ഏറ്റവും ശക്തനായ ആനക്കുട്ടിയോട് കൂട്ടുകൂടാൻ മാനുകളും മുയലുകളും വളർന്നിട്ടില്ല. മുഖത്തടിച്ച പോലെ ആനക്കുട്ടി മറുപടി നൽകി. വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് കളി തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വിശന്നു തുടങ്ങി. ആനക്കുട്ടി വലിയൊരു മരത്തിൻ്റെ തണലിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ആ മരത്തിൽ ധാരാളം പഴങ്ങളുണ്ട്. പക്ഷെ അതെങ്ങനെ പറിക്കും? ആരു കയറും? അപ്പോൾ ആദയ്ക്കൊരു ബുദ്ധി തോന്നി. അവർ ആനക്കുട്ടിയുടെ സമീപത്ത് ചെന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആനക്കുട്ടി ഉറക്കം തെളിഞ്ഞ് എഴുന്നേറ്റു. ആ തക്കത്തിന് ആദ ചോദിച്ചു. കുറുമ്പനുണ്ണി, കരിമ്പനുണ്ണി, കരുത്തനാണോ നീ? കരുത്തനാണേൽ വലിയ മരങ്ങൾ കുലുക്കിടാനാമോ? കുട്ടിക്കുറുമ്പാ, നീ വലിയ ശക്തനാണെന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ഈ മരം ഒന്ന് കുലുക്ക്. ചേട്ടാ എന്ന് വിളിച്ചവരുടെ ഭാവം മാറിയത് ഇഷ്ടമായില്ലെങ്കിലും തൻ്റെ കരുത്തിനെ വെല്ലുവിളിച്ചപ്പോൾ ആനക്കുട്ടി ചാടി എഴുന്നേറ്റു. അവൻ മരം പിടിച്ച് 4 കുലുക്ക് കുലുക്കി. മരത്തിലെ പഴങ്ങളെല്ലാം തുരുതുരാ താഴെയെത്തി. സമ്മതിച്ചു, ചേട്ടൻ ശക്തൻ തന്നെ. കുട്ടിക്കുറുമ്പന് സന്തോഷമായി. അതാ ഞാൻ പറഞ്ഞത്, ഇനിയും വേറെ മരങ്ങൾ കുലുക്കാനുണ്ടോ? ഏതായാലും ഇന്ന് വേണ്ട, നാളെ ആവാം. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു. ശരിയാ, നല്ല ശക്തിയുണ്ട്, അതിനനുസരിച്ച് ബുദ്ധിയില്ലെന്ന് മാത്രം. ആനക്കുട്ടി കേൾക്കാതെ സ്വരം താഴ്ത്തിക്കൊണ്ട് ദച്ചു പറഞ്ഞു. മറ്റുള്ളവരും ചിരിച്ചു. അവർ ഒരുമിച്ച് പഴങ്ങൾ തിന്ന് വിശപ്പടക്കി.